ജെയിംസ് ചാപ്റ്റർ 4:13-17 അവിടെ ഇങ്ങനെ പറയുന്നത്, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 2 ആണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യുമെന്നല്ലയോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നു, നമ്മൾ ഏത് കാര്യത്തിലും കർത്താവിൽ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ഒന്നിനെക്കുറിച്ചും പ്രശംസിക്കാൻ പാടില്ല. ഒന്നിലും നമ്മൾ അമിതമായ പ്രശംസയോ അമിതമായ ആശ്രയമോ വെക്കാൻ പാടില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ബുദ്ധി പറഞ്ഞു തരിക. ഇപ്പം നമ്മൾ പറയുക, നാളെ അല്ലെങ്കിൽ നാളെ ഞങ്ങൾ അവിടെ ചെല്ലും, അവിടെ ചെന്ന് ഞങ്ങൾ ഇന്നത് ചെയ്യും, ഞങ്ങൾ അങ്ങനെ സമ്പത്തുണ്ടാക്കും, അല്ലെങ്കിൽ അങ്ങനൊരു വാക്ക് നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃപയാൽ, ദൈവം അനുവദിച്ചാൽ എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങിയത്. അതായത് നാളത്തെ നമ്മൾ അറിയുന്നില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല നാളെ എന്നാ സംഭവിക്കാൻ. നമുക്ക് ആർക്കും തന്നെ നമുക്ക് നല്ലത് വരും എന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നല്ലതേ സംഭവിക്കത്തുള്ളൂ, കർത്താവ് നല്ലതേ ചെയ്യുകയുള്ളൂ, നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. അല്ല, നമുക്ക് സ്വയമായിട്ട് നമ്മൾ ഒരിക്കലും പ്രശംസിക്കരുത്. ഞങ്ങൾ നാളെ ഇന്നടത്ത് പോയി ഇന്ന കാര്യം ചെയ്യും, അങ്ങനെയല്ല. കർത്താവ് അനുവദിച്ചാൽ, ദൈവഹിതമായാൽ നമ്മളത് ചെയ്യും എന്ന് വേണം ദൈവമക്കൾ പറയാൻ. കാരണം ഓരോ നിമിഷവും കർത്താവിൻ്റെ കൃപയാണ്. ഓരോ നിമിഷവും കർത്താവ് നമുക്ക് നൽകുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. ആമേൻ. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ല, ഒരു കാറ്റ് പോലെ. ഈ കാറ്റെന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ പറയും, നല്ല കാറ്റാണ്, പെട്ടെന്ന് ആ കാറ്റങ്ങ് മാറിപ്പോവുക, നമുക്ക് പിന്നെ ആ കാറ്റിൻ്റെ ആ സുഖം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ആമേൻ. ഇതുപോലെയുള്ളൂ മനുഷ്യൻ്റെ ജീവൻ എന്നാണ് അപ്പോസ്തലൻ അവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നാളെ അത് ചെയ്യാം, കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ അത് ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യും എന്നല്ലയോ നമ്മൾ പറയേണ്ട. അപ്പം നമ്മൾ എന്ത് പറയുമ്പോഴും പറഞ്ഞ് ദൈവഹിതമായ, കർത്താവ് അനുവദിച്ചാൽ, കർത്താവിൻ്റെ കൃപയാൽ നമുക്കത് ചെയ്യാൻ കഴിയും. അല്ല നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ പണം കൊണ്ടോ ഒന്നും നടക്കത്തില്ല. ഇതെല്ലാം കർത്താവ് അനുവദിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ ഏത് കാര്യം പറയുമ്പോഴും നമ്മൾ സ്വയത്തിൽ പ്രശംസിച്ച് സ്വയശക്തിയിലോ സ്വയബുദ്ധിയിലോ ഒന്നും ഊന്നിക്കൊണ്ട് പറയാതെ കർത്താവ് അനുവദിച്ചാൽ നമുക്കത് ചെയ്യാം, കർത്താവ് അനുവദിച്ചാൽ ഞാൻ അത് ചെയ്യും എന്ന് വേണം പറയാൻ. കർത്താവ് അനുവദിക്കാത്ത പക്ഷം നമുക്ക് ചെയ്യാൻ കഴിയുമോ? ഇല്ല. സദൃശവാക്യം 27:1 പറഞ്ഞു, നാളെയുള്ള പദ്ധതികളെക്കുറിച്ച് ഒരിക്കലും വീമ്പിളക്കരുത്. അതായത് ഭയങ്കരമായിട്ട് ചിലർക്ക് പറയത്തില്ല, ഞങ്ങൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. കാരണം നാളെ നിങ്ങൾക്ക് എന്ത് കൊണ്ടുവരുമെന്ന്, അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് ഭവിക്കുമെന്ന് നമുക്കൊരു സൂചനയുമില്ല. അത് കർത്താവ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നാളത്തെ പദ്ധതികളെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്കുള്ള ഒന്നിനെക്കുറിച്ചും വീമ്പിളക്കരുത്. ചിലർ പിള്ളേരെക്കുറിച്ച് വീമ്പിളക്കും, ചിലർ ജോലിയെക്കുറിച്ച് വീമ്പിളക്കും, ചിലർ അവരുടെ കഴിവിനെക്കുറിച്ച് വീമ്പിളക്കും. ഒന്നിനെക്കുറിച്ചും ദൈവമക്കൾ വീമ്പിളക്കരുത്. കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ എന്ന പദം മാത്രമേ ദൈവമക്കൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനിയും യാക്കോബ് ലേഖനം അതിൻ്റെ 17-ാമത്തെ വാക്യം പറയുക, നിങ്ങളോ വമ്പ് പറഞ്ഞു പ്രശംസിക്കുന്നു, ഈ പ്രശംസ എല്ലാം ദോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീമ്പിളക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് പറയുന്നത്, അത് നല്ലതല്ല. അതുകൊണ്ട് അതങ്ങ് നിർത്തിയിട്ട് പറഞ്ഞാൽ കർത്താവ് അനുവദിച്ചാൽ നമുക്ക് ചെയ്യാം. കർത്താവിൻ്റെ ഹിതമായ, നമ്മൾ ഒത്തിരി പ്രശംസിക്കാൻ പോകണ്ട, കർത്താവിൻ്റെ ഹിതമായ നമുക്കത് നോക്കാം എന്നേ നമ്മൾ പറയാവൂ. എന്നിട്ട് അടുത്ത വാക്യം പറയുന്നു, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് ഇന്നൊരു നന്മ ചെയ്യാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം. നാളെ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന നന്മ, മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്നത്, മറ്റൊരാളെ ഒന്ന് അനുഗ്രഹിക്കാൻ പറ്റുന്നത് നാളത്തേക്കിന് മാറ്റിവെക്കരുത്. ഇന്ന് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് തന്നെ ചെയ്യണം. നന്മ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ വിത്തിടുകയാണ്, തക്ക സമയത്ത് നമുക്ക് കൊയ്ത്തും ഉണ്ടാകും. അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുത്തു പോവുകയേ ചെയ്യരുത്. വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.